അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും മലയാള മാസം, അതായത് മിഥുന മാസം 1-ാം തീയതിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഒരു ഉച്ചയുണ്ട് നാടൻ വിഭവങ്ങൾ, അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണ്. അപ്പോൾ ഏതായാലും നാടൻ വിഭവങ്ങളായിട്ടുള്ളൊരു ഉച്ചയൂണ്. വെള്ളരിക്ക, ചക്കക്കുരു, മാങ്ങ ഒക്കെ ചേർത്തിട്ട് നമ്മളൊരു മുളകൂഷൻ, പിന്നെ ചെറുപയറിൻ്റെ കായും ചെറുപയറും ഒരു മെഴുക്കുവരട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കറിക്കുള്ളതും ഒക്കെ ഇവിടെ ഉണ്ട്. വെള്ളരിക്ക, പിന്നെ കായുണ്ട്, മാങ്ങ ഉണ്ട്, പച്ചമാങ്ങ. ഇന്നിപ്പോൾ ഏതായാലും 1-ാം തീയതി, മിഥുനമാസം 1-ാം തീയതി. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ചയൂണ്, അതിനുള്ള വിഭവങ്ങൾ അത് എല്ലാം ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെള്ളരിക്ക ഇത് പിന്നെ നമ്മളെ മുളകൂഷ്യം, അപ്പോൾ അതാണ്. ഇപ്പം അതിലേക്കുള്ള മാങ്ങ ഇത് മുഴുവനില്ല, നമുക്കൊരു പകുതി മതി. ഇതിൻ്റെ പകുതി മതി. ഇത് കുറച്ച് വലിയ മാങ്ങയാണ്. അപ്പോൾ കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വെള്ളരിക്ക അത് നുറുക്കാം. ഇനിതാ മാങ്ങ അതുപോലെ ചെറുതാക്കി ഇങ്ങനെ നുറുക്കാം. നമ്മൾ ചക്കക്കുരു ഉണ്ട്. അപ്പോൾ ചക്കക്കുരു പിന്നെ ആദ്യം തന്നെ കമ്മ നന്നാക്കി വെച്ചതാണ്. ചക്കക്കുരു കൂടി ഉണ്ട്. ഈ 3 കൂടിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഏതായാലും നമ്മൾ കുക്കറിൽ ഇട്ട് ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പാകത്തിന് വെള്ളം, അത് നമുക്കിതാ വേവിച്ചെടുക്കാം. ചോറ് അതൊക്കെ വെന്തിൻ്റെ ഒക്കെ വാർത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു പണി കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ നല്ലപോലെ വെന്തു. വെള്ളം ഒക്കെ പാകം തന്നെയാണ്. കഷ്ണം ഒരു നാടൻ കറി, ആ ഒരു മഴക്കാലത്ത് തനി നാടൻ കറി. കറിവേപ്പിലിട്ടു. ഇനി വെളിച്ചെണ്ണയിൽ കടുക്, പിന്നെ ഉലുവ, പിന്നെ വറ്റൽമുളക്, ഇത് ചേർത്ത് നല്ലപോലെ നമുക്ക് താളിച്ചെടുക്കണം. കറിവിടായി. ഇനിയിപ്പോൾ നമുക്ക് ചെറുപയർ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടാണ്. പിന്നെ കായും അത് നോക്കാം. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ, ഈ ഒരു കായ്, അത് മതി. കായും ചെറുപയറും അതുപോലെ തന്നെയാണ്, നല്ല രസമാണ്. ഇതിപ്പോൾ നമ്മളെ സാധാരണ പച്ച നേന്ത്രക്കായ ആണെങ്കിലും അതെ, അപ്പോൾ ഉഷാറാണിത്. ഇത് പിന്നെ കൂട്ടാൻ കായയാണ്. ഇപ്പോൾ ഇത് ഒക്കെ നുറുക്കി കഴിഞ്ഞു. അത് ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. ഒക്കെ ഊറ്റിയെടുക്കാനേ ഉള്ളൂ. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക്
ചട്ടിയിൽ വെളിച്ചെണ്ണ വാർന്ന് കടുക്, പിന്നെ ഇതാ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതാ ആ ഒരു ചെറുപയർ കായ വേവിച്ചത് പിന്നെ വെള്ളം ഇല്ല ഇതിൽ. അപ്പോൾ പിന്നെ ഉള്ള വെള്ളം അതിൻ്റെ ഊറ്റി കളഞ്ഞിട്ട് ഇതാ നമ്മൾ നേരെ അങ്ങോട്ട് നമ്മൾ ഉപ്പേരി പോലെ തന്നെ പെരിമെഴുക്ക് വരട്ടി എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ നല്ല പോലെ ഇതിൻ്റെ ഇളക്കിയെടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്താ ചെറുപയറും കായും അതിവിടെ റെഡി. ഇനി ഊണ് കഴിക്കലേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇത് രണ്ടും തന്നെ. ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ കറി, നല്ല മുളകിട്ട കറി, രസമാണ്. പിന്നെ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കി തന്നെയാണ്. പിന്നെ ചെറുപയർ കായ, പിന്നെ കടുമാങ്ങ അച്ചാർ, പിന്നെ പപ്പടം കാച്ചിയത്. ഇന്നൊരു വെജിറ്റേറിയൻ ഊണാണ്. ഇന്നിപ്പോൾ 1-ാം തീയതിയൊക്കെ അല്ലേ. സാധാരണ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇന്ന് പിന്നെ അത് ഉണ്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് മിഥുനമാസം 1-ാം തീയതിയിലെ ഞങ്ങളെ ഉച്ചയൂണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണ്. ഒന്ന് ഏതായാലും നമ്മൾ 1-ാം തീയതിയിലെ ഉച്ചഭക്ഷണം ഉച്ചയൂണ് അപ്പോൾ ഏതായാലും ഊണെഴുക്കൽ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു പഴുത്ത മാങ്ങ എന്നിട്ട് ഇരുന്നിട്ട് പഴുത്ത മാങ്ങയെന്ന് ചെത്തി അതുകൂടി ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത നല്ല പഴുത്ത മാങ്ങയൊക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ്, നല്ല മാങ്ങ തന്നെയാണ്. അപ്പം ഞാനൊന്നും ചെത്തട്ടെ. ഊണ് കഴിഞ്ഞ ശേഷം ഒരു പഴുത്ത മാങ്ങ, അല്ല എന്തെങ്കിലും പഴങ്ങൾ. ഇതിപ്പോൾ അമ്മയ്ക്ക് പഴുത്ത മാങ്ങ നല്ല ഇഷ്ടമാണ്. മധുരല്ലേ മാങ്ങ? ഇതല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.